എല്ലാവർക്കും നമസ്കാരം. 4ാം ക്ലാസ്സിന്റെ രണ്ടാമത്തെ യൂണിറ്റ് വോയിസസ് ഓഫ് യൂണിസൺ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ ഹെലൻ കെല്ലറെ കുറിച്ച് പറയുന്നുണ്ട്. കുട്ടികൾക്ക് മുന്നിൽ വായനയുടെ വസന്തം തീർക്കാൻ, വായനയോടുള്ള താല്പര്യം ഉണർത്താൻ പറ്റുന്ന രീതിയിൽ ഹെലൻ കെല്ലറെ കുറിച്ച് അവതരിപ്പിക്കുകയും അവരുടെ പുസ്തകത്തെക്കുറിച്ച് അവതരിപ്പിക്കുകയും ചെയ്യാൻ ഈ ഭാഗം ഉപയോഗിക്കാവുന്നതാണ്. വെറും 19 മാസം പ്രായമുള്ളപ്പോൾ തന്നെ കാഴ്ചശക്തിയും കേൾവിശക്തിയും നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കഥ. അവളെ ജീവിതത്തിലേക്കും അവളുടെ കഴിവുകൾ തിരിച്ചറിയാനും സഹായിച്ച അധ്യാപികയുടെ കഥ. വഴിത്തിരിവായി ആനി സള്ളിവൻ എത്തുന്ന കഥ. സ്കൂൾ ലൈബ്രറിയിൽ ഒരുപക്ഷെ എന്റെ ജീവിതകഥ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന ഹെലൻ കെല്ലറുടെ പുസ്തകം ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ഹെലൻ കെല്ലറുമായി ബന്ധപ്പെട്ട കൊച്ചു കഥകൾ ഇന്റർനെറ്റിൽ നിന്ന് തിരഞ്ഞ് കുട്ടികൾക്ക് നൽകാവുന്നതാണ്. തന്റെ ശാരീരിക പരിമിതികളെ കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൊണ്ട് തോൽപ്പിച്ച ഹെലൻ ആദംസ് കെല്ലർ എന്ന ഹെലൻ കെല്ലർ ഇത്തരത്തിൽ ജീവിതത്തിൽ നേരിടാൻ പോകുന്ന വെല്ലുവിളികളെക്കുറിച്ചും അവയെ നമ്മുടെ നിന്നുകൊണ്ട് തന്നെ പ്രതിരോധിക്കാൻ ആകുമെന്ന ആശയവും കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിക്കാവുന്നതാണ്. തുടർന്ന് നൽകിയിട്ടുള്ള ചിത്രത്തെ പരിഗണിക്കാം. The people are trying to save that puppy. ആ ചിത്രത്തെ കുട്ടിയുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ചോദിക്കുക, ഒരാൾക്ക് ഒറ്റയ്ക്ക് ആ പപ്പിയെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നോ? ഇതിൽ ആർക്കാണ് ഏറ്റവും പ്രാധാന്യം? ആദ്യം നിൽക്കുന്നയാൾക്കാണോ? ഏറ്റവും അവസാനം നിൽക്കുന്നയാൾക്കാണോ? ഒരുമിച്ച് നിന്നാൽ മാത്രമേ പല വിജയങ്ങളും നേടിയെടുക്കാൻ സാധിക്കൂ എന്നുള്ള ബോധം ഐക്യത കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ സാധിക്കണം. അതിന് കഴിയുന്ന ഉദാഹരണങ്ങൾ കണ്ടെത്തി അവതരിപ്പിക്കുക.